ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വരണ്ട. ഇത് നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ കോച്ച്. ഇത് നമ്മുടെ സ്വന്തം റെക്കോർഡിംഗ് സ്റ്റുഡിയോ. കോച്ച് ഇവിടെ വന്നിട്ടില്ല. ഇല്ല. മംഗലം കഴിക്കണ് നമ്മക്ക് പെണ്ണില്ലല്ലോ നമ്മക്ക് കഥയ്ക്കൊന്നും അറിയാത്ത കൂട്ടം മുതുകു കുനി തലകൾ താണു മിനിയും എത്ര നാള് നീർന്നിടങ്ങളിൽ അടിമയാണ് ഉടമയാര്. ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം നോക്കണേ. നിക്കുന്നിടത്ത് നിന്നങ്ങ് കാര്യം സാധിച്ചാൽ നമുക്ക് അങ്ങനെ അല്ലല്ലോ. ഏട്ടൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോ പോയിട്ടുണ്ടാ? ഏട്ടൻ ഇങ്ങൊന്ന് ആലോചിച്ചേക്ക്, ഇത് ആടുന്ന പോകി കറക്റ്റ് തൊളയെ തന്നെ പോണ്. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് പോയ നമ്മൾ അതിന്റെ തിട്ട വിജയിച്ച് ജീവിതം വിജയിച്ച്. അണ്ണാ ഞാൻ ഡ്രസ് മാറിയിട്ട് 2 ദിവസം. നീ ഇവിടെ ജീവിച്ചിരിക്കുന്ന തന്നെ നിനക്ക് വലിയ കാര്യമാണെന്ന് അത് നീ ആലോചിക്കണം. വരട്ടെ കുഴപ്പമില്ല, വരട്ടെ ബാ. മൈക്കതാ പാട്ട് പാടുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് പാട്ട് മനഃപൂർവ്വം കുറെ എണ്ണം വരുന്നുണ്ടെന്ന് അറിയാം എനിക്ക്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വരണ്ട. ഇത് നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ കോച്ച്. ഇത് നമ്മുടെ സ്വന്തം റെക്കോർഡിംഗ് സ്റ്റുഡിയോ. കോച്ച് ഇവിടെ വന്നിട്ടില്ല. ഇല്ല. പിന്നെ നമ്മൾ എത്ര പാട്ടുകളാന്നറിയാം ഇവിടുന്ന് പാട്ട് ഇറക്കിയേക്കണ്. കോച്ച് ഇവിടുന്ന് ഞാൻ തന്നെ എഴുതി ഇറക്കിയ ഒരു പാട്ടുണ്ട്. കഴിക്കണ് മംഗലം കഴിക്കണ് നമ്മക്ക് പെണ്ണില്ലല്ലോ നമ്മക്ക് അല്ല നമ്മക്ക് പെണ്ണില്ലല്ലോ. ഇതെനിക്ക് റെക്കോർഡ് ചെയ്ത് റിംഗ് ടൂൺ ആക്കാൻ തുടങ്ങണ്ട. ഉറപ്പായിട്ട് വരും ഏട്ടാ. ഞെട്ടി എണീക്കാനാ അലാറാക്കി വെച്ച് ഞെട്ടി എണീക്കും രാവിലെ. കോച്ച് ഞാൻ പറഞ്ഞ കേക്കാവോ? ഹലോ. നല്ല കേക്കാം, നല്ല കേക്കാം. ഇവിടുത്തെ മൈക്ക് എങ്ങനെ ചെയ്തേക്കുന്നത്? ഇവിടെ സംസാരിച്ച അപ്പുറത്ത് കേക്കാം. കോച്ച് ഞങ്ങളുടെ റാപ്പൊന്നും കേട്ടിട്ടില്ല. ഒരു റാപ്പ് പാടി. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വീതിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തി പറക്ക്, ചിരിപ്പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥയ്ക്കൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങലിലോ പൂന്തോട്ടം, വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, പരലിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം, പിരിവിക്കൂട്ടും പോലെ ഉണ്ട്. അത്ര അറിയത്തുള്ളൂ കോച്ച്. ബാക്കി ഞാൻ എഴുതി കൊടുത്തില്ല. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഇതൊക്കെ നമ്മളെ പാട്ടല്ലേ, നമ്മൾ കൊറേ എഴുതിയിട്ടുണ്ട്. നിങ്ങളിതൊന്നും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ നീർനിറങ്ങളിൽ അടിമയാണ് ഉടമയാര്, നിറങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച ഭൂമിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകു കൂനി തലകൾ താണു മിനിയും എത്ര നാള്, നീർനിടങ്ങളിൽ അടിമയാണ് ഉടമയാര്, നിറങ്ങളായിരം കൊടുത്തതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകു കൂനി തലകൾ താണു മിനിയും എത്ര നാള്. കോച്ചിതൊന്നും കേട്ടിട്ടില്ല? കൊച്ചതൊക്കെ കേക്കണ്ടേ? ഇതൊക്കെ കേക്കട്ടെ. ഇതൊക്കെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് എഴുതി റിലീസ് ചെയ്ത പാട്ടുകളാണെന്നറിയോ? സത്യം. ഇങ്ങനെ ഓക്കെ അല്ലേ? ഹേമന്താ നമ്മുടെ ഒരു പാട്ട് മിക്സ് ചെയ്യണ ഒരു പയ്യന. ഇത് എപ്പോ റിലീസാണ് ആൽബം? കോച്ച് ഇതൊക്കെ ഓൾറെഡി റിലീസ്ഡ് ആണ്, മനസ്സിലായ? ഇതൊക്കെ ഓൾറെഡി റിലീസ്ഡ് ആയിട്ടുള്ള പാട്ടുകളാണ്. മീനോട്ടിക്ക് പാട്ടെല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ. വാ വേടൻ കൂടല്ലേ. അയ്യോ വെള്ളം കുടിക്കണല്ലേ, ചത്തുപോയെ. വെള്ളം ഉണ്ടോ കയ്യില്? പിന്നല്ലേ ഞാൻ തരത്തില്ലേ. ഐഡി പറ. ID 526. കിട്ടിയ സാധനം, കിട്ടിയ സാധനം. എന്തൊരു കള്ളം തരല്ലേ? പച്ചവെള്ളം എനർജി ഡ്രിങ്ക്, ജങ്ക് എനർജി. നോക്കോ നോക്കട്ടെ. കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട്. വെള്ളല്ലേ കൊടുത്ത് വെള്ളം തന്നെ വെള്ളം കുടിച്ചാലും നമ്മളാളെ കേൾക്കുക. ഇതാണ് വാസുമാമന്റെ ബെഡ്റൂമേ. ഇത്ര നീറ്റുള്ള ബെഡ്റൂം ഇവിടെ മാത്രമേ കണ്ട. ഇവിടെ എന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടേ. സത്യം അണ്ണന്റെ എന്തെങ്കിലും വേണ്ടി നമ്മൾ കുറെ വാഴ വരെ കൊടുന്നു വെച്ചിട്ടുണ്ട്. പിന്നെ അല്ല
നോക്കി ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാം കാണാം. അണ്ണാ ബാക്കി പാടണ്ട, ചിലർ കൊണ്ടുപോകുന്നോ? പുറത്തോട്ടൊന്നും ചാടില്ല. ആ പാട്ടില് വേറെന്തെങ്കിലും സീനുണ്ടോ? കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് തുടങ്ങി നീ എന്നെ എട്ടയാട് ഞാൻ പെട്ടപാട് നിന്റെ വഞ്ചനയാൽ ഞാൻ പറഞ്ഞല്ല. ഓ ആ സാധനമാണോ? ഓക്കെ ഓക്കെ. ആ പറ. ആ, പറ. ആ. മാമൻ മാമനെയാ? മാമൻ മാമൻ മാമനില്ല മാമൻ ആ ഞാൻ ജോഗിയെ കാണിച്ചു തരാം. ജോഗി ഇവിടെ വരുന്ന സമയത്ത് ആണല്ലേ? ജോഗി മാമൻ ഇപ്പൊ അങ്ങനെ വരാറില്ല. ജോഗി മാമൻ വരുമ്പോ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതറിയാ? ബാബു മാമൻ ലോകം ചുറ്റാൻ പോയേക്കും അല്ലേ? ലോകം ചുറ്റിയിട്ടൊക്കെ വരട്ടെ. ആളൊരു ട്രിപ്പിലാ ട്രിപ്പ് ട്രിപ്പില കാണിച്ചു മിനിറ്റ് 2 ഹിന്ദി ഒക്കെ പഠിച്ചേക്ക്. ഉറപ്പായിട്ടും കാണിച്ചു. ഓ ഹിന്ദി ഒന്നും പഠിക്കണല്ലോ, ചെറുക്കൻ നല്ലതായിട്ട് മലയാളം പറയും. പിന്നല്ല വാ അവ ഇനി കാണണോ? വേറെന്തെങ്കിലും കാണണോ? മൾട്ടിക്ക് മീനുട്ടിക്ക് മോളൂട്ടില്ല. സ്നേഹം കൂടുതലാണ് നിന്നോട്, സ്നേഹം കുറച്ച് കൂടുതലേ. നിന്നെ സ്നേഹം കൂടുതലാണ്, അതുകൊണ്ടാണ്. നാളെ ഗസ്റ്റി കൊടുത്ത് പേര് മാറ്റേണ്ടി വരും. പിന്നെ മീനുതാ ഇത് കണ്ട ഇവിടെ ഇതെല്ലാം നമ്മുടെ ഏരിയ തന്നെയാ. ഹെലികോപ്റ്റർ നമ്മൾ ആ സൈഡിൽ അവിടെ ഇറങ്ങുന്നത്. വാ ഇതുവഴി വാ, നമുക്ക് അകത്തോടെ തന്നെ പോവാം. ബാക്കി ഹെലികോപ്റ്റർ ഇല്ല. ഇത് കണ്ട, ഇത് വാസമാമന്റെ പ്രൈം ടൈമിൽ ഉണ്ടായിരുന്ന ഫോട്ടോയാ. പഴയ ബോസ് ലോക്കർ അതുകൊണ്ടാണ് മനസ്സിലായ. ബാഗ് നോക്കിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ എന്തോ ഒരു FPS ഇത് വരുന്നുണ്ട്. മിനോട്ടി, ഇതാണ് സരക്ക് മാമൻ. ഇത് സരക്ക് മാമൻ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാരെല്ലാം ഇതാ ഇവിടെ ഉണ്ട്. കണ്ട, ഇത് ജോക്കി മാമൻ, ചന്ദ്രൻ, ബുള്ളറ്റ്, ഇവിടെ സുനിമോനുണ്ട്, മണവാളനുണ്ട്, മിന്നി, സരക്കുണ്ട്, ബാബു, രായൻ, കണ്ണാപ്പി, മാമൻ, പ്രൊഫസർ, ബോബോയി, അമ്പത്തൂര്, ട്രിക്കി. ഇവര് കുറച്ച് ആവശ്യത്തിന് വേണ്ടിട്ട് പോയേക്കാം. കുറച്ച് കഴിയുമ്പോ വരും. ഇവിടെ എന്താ FPS എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇനി ഇവിടെ ഓരോരുത്തരുടെ ഒക്കെ റൂം അതൊക്കെയാണ് ബാക്കിയൊക്കെ. സത്യമായിട്ട് റൂമുണ്ടാ? ഇല്ല, ഞാനൊക്കെ പുറത്താ. ഇവിടെ തൊയ്ത്തില്ല. പ്രൈം ഓൾവേസ് പ്രൈം. നല്ലല്ലേ? തൊയ്ത്തില്ല തോന്നുന്നു. പിണ്ണാക്ക് കുടിക്കാനേ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് മീനുകുട്ടിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട കേട്ടാ. ഇവിടെ എപ്പോ വേണേലും കേറാവേ കേട്ടാ. മീനുകുട്ടിക്ക് ഇവിടെ കേറണോ? ഇത് ഓൾട്ടാമേ. മീനുകുട്ടിക്ക് ഇവിടെ കേറണമെന്ന് തോന്നി അപ്പോഴങ്ങ് കേറിയാ മതി. ഇവിടെ ആരോടും പെർമിഷൻ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. പെട്ടെന്നൊരു അപ്പിടാൻ മുട്ടാണെങ്കിൽ ഇവിടുത്തെ പിന്നെ പിള്ളേർക്കൊക്കെ സ്നഗ്ഗി ഉണ്ടാവൂലേ? ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം നോക്കണേ. നിക്കുന്നിടത്ത് നിന്ന് അങ്ങ് കാര്യം സാധിച്ചാൽ മതി. നമുക്ക് അങ്ങനെ അല്ലല്ലോ. ട്രെയിനിൽ പോയപ്പോ പെട്ടുപോയത്. വലുതൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ ആയിട്ടിട്ടല്ലേ നടക്കുന്നത്. അത് പക്ഷേ നോർമൽ ആൾക്കാർ ഇടുന്നതല്ലോ. അത് വയ്യാതെ കിടക്കുന്നവരിടുന്ന സാധനമാണ്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോ പോയിട്ടുണ്ടാ? ഞാൻ ട്രെയിനിൽ കയറിയിട്ടൊരു 10 വർഷമായിട്ടുണ്ടാവും. ഇങ്ങൊന്ന് ആലോചിച്ചേക്ക്. ഇത് ആടുന്ന ബോഗി കറക്റ്റ് തൊളയെ തന്നെ പോണ്. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് പോയ നമ്മൾ അതിന്റെ തിട്ട വിജയിച്ച്, ജീവിതം വിജയിച്ച്. തങ്കപ്പൻകുട്ടി TV കാണുമ്പോ ആരെങ്കിലും ഉണ്ടാതാ ഇത് ആടൂലേ?
എടാ ഞാൻ എന്താ ഇവിടെ ഗ്യാങ് നീ ഇവിടെ ഓക്കെ ഓക്കെ എന്തൊക്കെ കേക്കണം എന്റെ നാരദ. കളി എന്നിട്ട് നീ ജയിച്ചാ? പിന്നെ ജയിക്കാണ് നീ ജയിക്കാണ്ട് തോക്കുകയാണ് ചെയ്തത്. ജയിക്കൂ വിജയിച്ചു പിന്നെ വിജയിച്ചു ജീവിതത്തിൽ ആകെ ഒരു വിജയം കണ്ടെത്തിയത് അതില് മാത്രമായിരുന്നു. നമ്മള് ജയിച്ചാൽ തന്നെ നമ്മള് ജയിച്ചു. പിന്നെ എല്ലാ കാലത്തും നമുക്ക് ഭയങ്കര ഫോക്കസ് ആയിരിക്കും. എന്തൊക്കെ എന്നിട്ട് ഇതെന്താ ഒന്നുമല്ല പരിപാടി. മീനുട്ടി ഇതൊന്നും കേട്ട് വളരല്ലേ മീനുട്ടി. പിഞ്ച് ഹൃദയമാണ് മീനുട്ടിയുടെ. സത്യം. മീനുട്ടി വിജയിക്കാൻ വേണ്ടിട്ടൊന്നും പോയേക്കല്ല. ആണോ? അത്രേ ഉള്ളു. ഇന്നലെ സന്തോഷം ഉണ്ടായിരുന്നില്ലേ? ഓക്കെ മീനുട്ടി ഇങ്ങോട്ടങ്ങ് വന്നാ മതി, ഒരു പ്രശ്നമില്ല. മനസ്സിലായ? എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അണ്ണനെ വിളിച്ചാൽ മതി. മനസ്സിലായ? അണ്ണൻ നമ്പർ ഉണ്ടല്ലോ കയ്യില്. പിന്നല്ലാതെ എത്ര നമ്പർ പറ കേക്കട്ടെ. പിന്നെ ആകെ ഇംഗ്ലീഷ് പഠിച്ചു കൊച്ചത്. അത് മലയാളത്തിലൊന്ന് പറഞ്ഞു കുട്ടി. ലൂസി വിളിക്കടാ. ഇന്നിപ്പോ നമ്മൾ ഇത്ര നേരം ഇത് ചെയ്തില്ലേ? നാളെ ഇന്നിപ്പോ 1:27 സമയം. ഓ അതിന്റെ ഇടയിൽ പഠിപ്പിച്ചു കൊടുത്തല്ലോ കൊച്ചിനെ. പഠിപ്പിച്ചു കൊടുത്തേ. ക്ലാസ് ഉണ്ടായിരുന്നു. ലൂസിയുടെ കൂടെ നാളെ ചെയ്യാം. അതെ സമയം 1:27. മീനുട്ടി അപ്പൊ ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. ഓ പോണം സമയം ഒത്തിരിയായി. 1:30 ആയി സമയം. മീനുട്ടിക്ക് ഉറങ്ങണ്ടേ? ആ ഞാൻ പോയിട്ട് വരാം. ഓക്കെ മീനുട്ടി, ലവ് യു, മിസ് യു. ഓക്കെ മീനുട്ടി. കുറവുണ്ട്. എടാ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. എടാ ഞാൻ പോയിട്ട് വരാം. അപ്പൊ കോച്ച് അല്ല ഞാൻ ഇറങ്ങുക. ഞാൻ ഇവിടെ അത് വണ്ടി അവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുക. ഗ്രാഫിക്സ് സെറ്റ് ചെയ്യാൻ കോച്ച്. ഞാൻ ഇവിടുത്തെ ചന്ദ്രന്റെ അവിടുത്തെ കടയുടെ അവിടെ സേവ് ചെയ്യണേ. ഓക്കെ കോച്ച് ഡിസ്കോഡി പോയേ. ഗ്രാഫിക്സ് ഹലോ ബ്രോ, ആ പറ. ഒരു ഗ്യാങ്സ് കേറി കാണാൻ പറ്റുമോ? കേറിക്കണ്ടോ? ഓ ഹായ് കേറിക്കണ്ടോ? കണ്ട സന്തോഷം ഒന്ന് അനുഗ്രഹിക്കൂ. എന്റെ അനുഗ്രഹം മേടിച്ചതൊക്കെ പെർമനന്റ് ബാനാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞില്ല, അണ്ണന്റെ അനുഗ്രഹം കിട്ടിയില്ലേ നമ്മള്. നന്നായി വരട്ടെ. അണ്ണനെ വണ്ടി കൊള്ളാലണ്ണ. ഞാനും കൂടെ വരട്ടെ. ഇല്ല ഞാൻ പോവാടാ. ഞാൻ ഇറങ്ങുക. സേവ് ചെയ്യാൻ പോവാ. നീ കേറിക്കണ്ടോ? പറയടാ. ആ ഇങ്ങോട്ട് വാ, ഫ്രണ്ടോട്ട് വാ. അല്ല ഞാൻ ഞാൻ ഈ വണ്ടി ഇവിടുത്തെ ഗാരേജിൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തോട്ടെ. അല്ലെ അടുത്ത ആളെ വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണ്ടേ? ഞങ്ങളെ വാലി കറക്റ്റ് ഇട്ടെന്ന് നോക്കട്ടെ. എനിക്ക് ഓടിച്ചിട്ട് തോന്നിയില്ല. വണ്ടി എടുത്തോ. എടാ ഈ വണ്ടി ലോക്ക് ചെയ്തിട്ട് പോകുമ്പോ എനിക്ക് തോന്നുന്നു ഈ മീനുട്ടിയുടെ ഈ പ്രോപ്പ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ഗ്രാഫിക്സ് അങ്ങ് മാറ്റിയിട്ട് ഹൈ ആക്കിയിട്ട് പോ. ഗ്രാഫിക്സ് വെരി ഹൈ. റിഫ്ലക്ഷൻ ക്വാളിറ്റി അയ്യോ അതൊക്കെ കൂട്ടിയിട കത്തു. വെരി ഹൈ. ഷാഡോ